ഇന്നലത്തെ പരിപ്പേറി അങ്ങനെ ഇന്നലത്തെ പരിപ്പേറി ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ചോറുണ്ടാക്കി പരിപ്പേറി കുറച്ച് തീർന്നിരിക്കാൻ ഇത്തിരി വെള്ളമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇന്നലെ നമ്മുടെ അച്ചാറുണ്ട്, നാരങ്ങ അച്ചാറ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ പിടിച്ചിട്ട് ഇന്നലെ ടെൻ്റ് അടിച്ചത് ഇവിടെ ഉണ്ടാ. അപ്പോൾ അത് ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട് രാവിലെ ആയിട്ടും. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു മാരത്തോൺ നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ പോലീസുകാരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ റോഡിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് പോകയൊക്കെ ഉണ്ട് ഫുള്ള്. നമ്മുടെ സൈക്കിൾ കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ പോകണം കേട്ടോ. കാരണം കേട്ടോ അപ്പോൾ ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൽ വന്ന് ഹായ് ബ്രോ, യുവർ നെയിം ഓ യുവർ ഫ്രം ഹായ് ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഉക്രുല്ല സിറോലിലി കാണാൻ വേണ്ടി പോകണം കേട്ടോ. അവിടെ 20 തൊട്ട് 24 ഒരു സിറോലിലി ഫെസ്റ്റിവൽ നടക്കുകയാണ്. അപ്പോൾ അടിയിൽ നിങ്ങൾ കണ്ടില്ലേ, അതാണ് കേട്ടോ സംഭവം. അപ്പോൾ തുടങ്ങിയിട്ടില്ല. അപ്പോൾ പോകണമെങ്കിൽ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ കാണാൻ വേണ്ടി. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ബോർഡുകളൊക്കെ ലിറ്റിംഗ് അറൗണ്ട് പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും ഇടാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു കുപ്പി വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇനി പോകണമെങ്കിൽ വെള്ളവും കാര്യങ്ങളൊന്നും കിട്ടൂല. ട്രക്കിങ് ആണ്ടാ ഞാൻ പോകണമെങ്കിൽ ചെരുപ്പിട്ടുണ്ടാ പോണത്. കാരണം എൻ്റെ ഷൂ ഒക്കെ കീറി പറഞ്ഞ് പോകട്ടാ. ഷൂ ഒന്നുമില്ല, നോക്കാം. ശരിക്കും ട്രക്കിങ്ങിന് പോകുമ്പോൾ നമ്മളെപ്പോഴും ഷൂ ഇട്ടുണ്ട് തന്നെ പോകണം. നല്ല ഷൂ ഇട്ട് തന്നെ പോകണം. ഒരിക്കലും ചെരുപ്പിട്ടാലും പോകരുത് കേട്ടോ. നമ്മളൊരു സിറ്റുവേഷൻ കുറച്ച് മോശം കൊണ്ടാണ് നമ്മൾ ചെരുപ്പിട്ടുണ്ട് പോകണേ കേട്ടോ. അടിയിൽ സൗണ്ടൊക്കെ കേൾക്കല്ലേ. അതിപ്പോൾ അവിടെ ചെറിയൊരു മാരത്തോൺ പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇന്ന് 17-ാം തീയതി ആയിട്ടുള്ളൂ. 20-ാം തീയതി തൊട്ടാണ് ഇവിടെ പരിപാടി സ്റ്റാർട്ടിങ് കേട്ടോ. ഇപ്പോൾ ഓരോ ആൾക്കാരായിട്ടേ അങ്ങോട്ടൊക്കെ പോകണുണ്ട്. നമ്മളും പയ്യെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മളെ പോണ റൂട്ടാണ്ടാ. ശരിക്കും രാവിലെയൊക്കെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് ടെൻറ്റിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയിട്ടില്ല. കാരണം എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു. നമ്മൾ ടെൻറ്റ് കുറച്ച് കീറിയിരിക്കണേണ്. ഒരുപാട് പഴയ ടെൻറ്റാണ്. അപ്പോൾ അവിടെ എടുക്കണമെന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നോക്കാം. അപ്പോൾ ഭാഗ്യത്തിന് തെന്നൽ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പോണ വഴിക്ക്. ഇനി അങ്ങോട്ട് എങ്ങനെയെന്ന് അറിയില്ല. മഴയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ റെയിൻ കോട്ടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇനിയിപ്പോൾ മഴ പെയ്താലാന്ന് വെച്ച് പോണേക്ക് ഇതുപോലെ ചെറിയൊരു ടാങ്കൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇതിൽ വെള്ളമുണ്ട്, കൊള്ളൂലാത്ത വെള്ളം കേട്ടോ. ഇവിടേക്ക് വെള്ളം കിട്ടാൻ ഭയങ്കര പണിയാണ് ഇവിടെയൊക്കെ, ഈ ഒരു ഏരിയയിലൊക്കെ. നമ്മൾ ഇന്നലെ വെള്ളം കുടിക്കാൻ പോയത് കുറേ ദൂരമൊക്കെ ഇങ്ങനെ നടന്ന് പോയിട്ടാണ് വെള്ളമൊക്കെ കുടിച്ച്. റെയിലിങ് എന്തോ ഇതൊക്കെ വെച്ചിട്ടുണ്ട്, നെയിംസൊക്കെ വെച്ചിട്ടുണ്ട്. അതെ, ഇത് സ്ഥാപിച്ച ടൈമിലുള്ള ഒരു IAS ഓഫീസറാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. പുള്ളിയുടെ പേരും പിന്നെ അന്ന് പങ്കെടുത്ത ആൾക്കാരുടെയൊക്കെ മെയിനായിട്ടുള്ള വിശിഷ്ട വ്യക്തികളുടെയൊക്കെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ചെറിയ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കാൻ കേട്ടോ. സ്റ്റെപ്പ് തന്നെയാണ് കയറാൻ. അടിയിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇവരൊക്കെ എന്തോ ഭക്ഷണ സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ നോക്കുമ്പോൾ. കാരണം നമ്മളെ കയറും തോറും നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ് മേളിൽ നോക്കുമ്പോൾ. കുറേ പേരൊക്കെ മേളിലേക്ക് കയറിപ്പോയി കേട്ടോ. ഞാൻ ശരിക്കും രാവിലെ തുടങ്ങാമെന്ന് വെച്ച് പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വന്നപ്പോൾ നല്ല രീതിയിൽ ലേറ്റ് ആയിട്ടാ ഉള്ളത്. 2110 മീറ്റർ ഇപ്പോൾ സീ ലെവലാണ് കേട്ടോ. 1039 സ്റ്റെപ്പ് ഉണ്ട്. 586 മുതൽ 1039 വരെ ഉണ്ട് കേട്ടോ സ്റ്റെപ്പ്. അടിപൊളി കേട്ടോ. ഹായ്, കുറേ ആൾക്കാർ ഇങ്ങനെ കയറി തന്നെ കേട്ടോ. നല്ല കിടിലം വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിങ്ങനെ പയ്യെ കയറുള്ളൂ കേട്ടോ. ഏകദേശം ഇവർ പറഞ്ഞത് 2 മണിക്കൂറോളം മതി എന്നാണ് പറഞ്ഞത്. നമ്മൾ പയ്യെ കയറി പോകണം. അടിപൊളി കാഴ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടോ. എനിക്കൊന്ന് ഏറ്റവും ടോപ്പിൽ നിന്ന് നമുക്ക് ഉക്രുല് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഈ കാണാമെന്ന് തോന്നുന്നു. നമ്മളെ ഇവിടെ റെസ്റ്റ് ആക്കിയേട്ടാ. നല്ല രീതിക്ക് അതച്ച്. അത് ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അവരൊക്കെ എല്ലാവരും റെസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. നല്ല അടിപൊളി കാഴ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ കുറേ പേര് അവിടെ മേലിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അങ്ങനെ കയറി ഇനിയുണ്ട് കേട്ടോ. ഇതല്ല കേട്ടോ, അങ്ങാട് എന്തോ കയറാനുണ്ട്. ഇവരുടെ കുടുംബക്കാരെല്ലാവരും ഉണ്ട് കേട്ടോ. നല്ല തണുത്ത കാറ്റുണ്ട് കേട്ടോ. അവിടെയൊക്കെ വീട് കാണാൻ പറ്റണ്ടല്ലേ. പക്ഷേ നല്ല തണുത്ത കാറ്റുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ ടീഷർട്ട് മാത്രമേ ഇട്ടുള്ളൂ. ഞാൻ ചെറിയൊരു വെയിൽ കണ്ടുകൊണ്ടാണ് പിന്നെ അങ്ങോട്ട് കാലാവസ്ഥ ഓക്കെ ആക്കിക്കോളാമെന്ന് വിചാരിച്ചു. ഒരു നല്ല ടീഷർട്ട് ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്ത് ഇടാറുന്നു. അല്ലെങ്കിൽ ജാക്കറ്റ് ഇടാറുണ്ട്. നല്ല തണുത്ത കാറ്റുണ്ട്.
എല്ലാവരും 2 ജോഡി ഡ്രസ്സൊക്കെ ഇട്ടാണ് മേളിലേക്ക് കയറണം. ഞാൻ മാത്രം ചെരുപ്പ്, പിന്നെ റെയിൻ കോട്ട്, ഒരു കുപ്പിവെള്ളം എല്ലാവരും എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടീഷർട്ട് കേട്ടാ. അവ മേലേക്ക് എത്തുമ്പോൾ എന്താവുന്നൊരു പിടുത്തമില്ല. പക്ഷേ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഇത് ഷിറോലിലി എന്ന് പറയും. ഷിറോലിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷിറോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാമത്തിൻ്റെ പേരാണ് ഷിറോയി. ലില്ലി എന്ന് പറയുന്ന ഫ്ലവറിൻ്റെ പേരാണ്. അപ്പോൾ അതിനെ കൂട്ടിയിട്ടാണ് ഷിറോലിലി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു പീക്കുണ്ട്, ഷിറോയി പീക്ക്. അടിപൊളിയാണ് കേട്ടോ. അതാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. വ്യൂ ഉണ്ടല്ലേ നിങ്ങൾ, ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. അവിടെ നമ്മൾ നേരത്തെ കയറിയില്ലേ, അവരവിടെ ഇപ്പം ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടിരിക്കണോണ്ടേ സ്ലോ ആയതാണ്. പക്ഷെ ഇവിടെയുള്ള ആൾക്കാർക്ക് ഭയങ്കര സ്റ്റാമിന ഉണ്ടാ, അത് പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമാണ്. നമ്മൾ പോണ റൂട്ടാണ് കേട്ടോ. എൻ്റെ മോനെ രക്ഷയില്ല, നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു വെയിലടിക്കണം കേട്ടോ. അപ്പോൾ അവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് മേലിൽ. ഇവരൊക്കെ അവിടെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഞാനിപ്പോൾ നമ്മുടെ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്കുള്ള ഫോട്ടോസ് ഞാൻ നമ്മുടെ സ്റ്റിക്ക് വെച്ച് തന്നെ എടുക്കണം. ട്രൈപോഡ് ഉണ്ട് നമ്മുടെ, അപ്പോൾ അത് വെച്ച് എടുക്കണത്. ഇല്ല, വ്യൂ ഒക്കെ അടിപൊളിയാണ്, രക്ഷയില്ലാത്ത വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ പോണതേ മുളങ്കാടുകളുടെ ഉള്ളിൽ കൂടെ വേണ്ട, കണ്ടില്ലേ ഫുള്ള് മുളയാണ്. മറ്റേ ചീവിടിൻ്റെയൊക്കെ സൗണ്ടൊക്കെ ഇങ്ങനെ കേട്ട് ഇങ്ങനെ പോകട്ടാ. നല്ല പച്ചപ്പാണ്, കാരണം മഴ പെയ്തിട്ടാണ് കേട്ടോ. മിക്കവാറും തെന്നാൻ സാധ്യതയുണ്ട്. നമ്മൾ പയ്യാണ് കയറണം കേട്ടോ. ഒരുപാട് ആൾക്കാർ അടിപൊളിയായിട്ട് കയറി പോകുന്നുണ്ട്. പോണ വയ്ക്കൊക്കെ ഒരുപാട് ബോർഡുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ, സൈൻ ബോർഡുകൾ. അതുപോലെ ഇറ്റ് ഈസ് നോട്ട് ഇനഫ് ഫോർ യു ടു ഡ്രിങ്ക് ക്ലിയർ വാട്ടർ, മസ്റ്റ് യു ആൾസോ മഡി ദ റെസ്റ്റ് വിത്ത് യുവർ ഫീറ്റ്. അവിടെ ഫീറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫീറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. നമ്മളിപ്പോൾ 2110 മീറ്ററിനേക്കാളും മുകളിൽ വന്നിട്ട് ഇപ്പോൾ അല്ല ഇത് ടയർഡായി. പയ്യെ കയറാം കേട്ടോ. നമ്മുടെ എത്തിയ സ്ഥലം നോക്കി, അടിപൊളിയാണ് കേട്ടോ. സറിങ് കത്തെങ് എന്നാണ് അതിൻ്റെ പേര്. അടിയിലൊക്കെ വേറെ ആൾക്കാർ വന്നിട്ടുണ്ട്, പയ്യെ ഉള്ളൂ. അപ്പോൾ ഇവരുടെ ഫാമിലി ആണ്ടാ മേളിലേക്കാണ് പയ്യൻ്റെ. എന്നോട് വീഡിയോ എടുത്തപ്പോൾ അവൻ തലയിച്ചാണ്, പിന്നെ അത് നമ്മൾ എടുക്കാത്തത്. കാണാൻ അവൻ്റെ ഫാമിലി ആണ്ടാ. അടിയിലുണ്ട് കുറേ പേര്. ഇവരൊരു പിക്നിക്ക് പോലെ വന്നതെന്നാണ് അവൻ പറഞ്ഞത്. എന്തായാലും നമുക്ക് പോവാട്ടെ, കയറാം. എനിക്ക് തോന്നണേ ഇതാ അവിടെ ഒരു ടവർ കാണണ്ട നിങ്ങൾ അറ്റത്ത്, ഇതാണെന്ന് തോന്നണേ. ഉണ്ടല്ലോ ഒരുപാട് മൗണ്ടെയ്ൻസ് ഉണ്ട് കേട്ടോ, അടിപൊളിയാണ്. ഇപ്പം അങ്ങാടേക്ക് പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ആ പയ്യനെ ഓടി വന്നിട്ട് വിളിച്ച് അവിടെ ലില്ലി ഫ്ലവേഴ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കൊന്ന് പോവാട്ടോ. ഇതാണ് ഇനി ലില്ലി ഫ്ലവർ. എന്നാലേ നമുക്ക് അവിടെ ഒരു വ്യൂ ഉണ്ടെന്ന് തോന്നണ്. ജസ്റ്റ് ഒന്ന് പോവാട്ടോ. ഇതാണ് തോന്നുന്നത് കണ്ടിട്ട്, ലില്ലി ഫ്ലവർ. അടിപൊളി സ്ഥലം കേട്ടോ, നല്ല കിട്ടില്ലനാണ്. പക്ഷേ ഇന്നലെ ടെൻ്റ് അടിക്കാൻ സമ്മതിച്ചില്ല. ഞാൻ ടെൻ്റായിട്ട് വന്നേനെ. ടെൻ്റായിട്ട് അലൗഡ് അല്ലെന്നാണ് പറഞ്ഞത് ഞാൻ ചോദിച്ചപ്പോൾ. അല്ല ടെൻ്റ് അടിക്കാറുണ്ട് ഇവിടെ വന്നിട്ട്. രക്ഷയില്ല മക്കളെ, രക്ഷയില്ലെന്ന് പറഞ്ഞാൽ രക്ഷയില്ല. വ്യൂ നോക്കി ഞങ്ങൾ. ഇപ്പം ഉള്ളത് ഭൂമിയിലെ സ്വർഗത്തിലാണ്. നമ്മളിപ്പോൾ അങ്ങാടേക്ക് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ, മേലി. അപ്പോൾ അവർ നിൽപ്പുണ്ട്, അവരെനിക്കൊന്ന് ഫുഡൊക്കെ കഴിക്കണമെന്ന് തോന്നുന്നുണ്ടോ. നമുക്ക് പയ്യെ മേലിലേക്ക് പോവാം. ഒരുപാട് ആൾക്കാർ കയറി പോകണ്ട കേട്ടോ, കണ്ടില്ലേ. കുറേ പേരൊക്കെ ഓടിച്ചാടിയൊക്കെ പോകുന്നുണ്ട്. അതിൻ്റെ മേലിലെ കുറേ പേരുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ബാക്കിലായി, കാരണം നമ്മളിപ്പോൾ ഓടിക്കയറണവന്മാരില്ലേ, അവന്മാരെ ഇവിടെ മാരത്തോണൊക്കെ ചെയ്യണവന്മാരാട്ടോ. അതാണ് അവന്മാർ ഓടിച്ചാടിപ്പോണത്. നമ്മൾ മൗണ്ടൻസൊക്കെ കയറാറുണ്ട്, പക്ഷേ ഇങ്ങനെ കിട്ടുമ്പോൾ അത്ര കൂടുതൽ നമ്മൾ കയറാറുള്ളൂ കേട്ടോ. പിന്നെ നേപ്പാളിലൊക്കെ പോകുമ്പോഴും നമ്മൾ അത്യാവശ്യം കയറാറുണ്ടായിരുന്നു. കൂടുതൽ നമ്മൾ സൈക്കിളിൽ തന്നെയായിട്ട് കയറില്ലേ. ടയർഡാണ്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ, രക്ഷയില്ല. നല്ല തണുപ്പുണ്ട് കേട്ടോ. തണുപ്പൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഏകദേശം ഒരു 4-5 മലയോളം കയറാണ്ട് കേട്ടോ. നമ്മൾ ഇനി കയറി അങ്ങനെ മേളിലെത്തണം കേട്ടോ. അവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ കയറി പോകണ്ടേ, ഇല്ലേ. നമ്മുടെ കൂടെ ഉണ്ടാകുന്നതാണ്, ചിലർ നമ്മുടെ പുറയിലൊക്കെ ഉണ്ടാകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകുന്നുണ്ടാ. നമ്മൾ പയ്യെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് വീഡിയോ ഒക്കെ എടുത്തൊക്കെയാണ് പയ്യെ പോണത്, കണ്ടില്ലേ. അടിപൊളി കാഴ്ച ഉണ്ടാ. നല്ല ടയേർഡായി, പക്ഷേ നല്ല തണുപ്പുണ്ട് കേട്ടോ. എവിടെ നോക്കിയാലും നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. പുറയിലൊക്കെ വേറെ ഒരുപാട് ടീംസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പോണ റൂട്ട് നോക്കി, അടിപൊളി റൂട്ടാണ്ട. മരങ്ങളുടെയൊക്കെ ആ ഒരു സ്റ്റൈൽ നോക്കി.
ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് വേണം അവിടെ നിന്ന് ഇനി കയറി മേലിലേക്ക് പോകാനായിട്ടാ. കണ്ടില്ലേ, എവിടെ നോക്കിയാലും നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. പുറകിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഏറ്റവും പുറകിലാണ്. പുതിയതായിട്ട് വന്ന ആൾക്കാർ വരെ നമ്മളെയും തോപ്പിച്ചാണ് പോകുന്നത്. നമ്മൾ പക്ഷേ പയ്യെ പോകുള്ളൂ കേട്ടോ. ഇങ്ങനെ കാഴ്ചയെ കണ്ട് ആസ്വദിച്ച് പിന്നെ ഫുള്ള് മുളയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ റൂട്ടിൽ. പിന്നെ ഇവിടെ എന്തൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. എന്താണ് ചിഹുയിര. ഇവർ എന്തോ ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുപോകണം കേട്ടോ. മേളിൽ നിന്ന് കഴിക്കാനാണെന്ന് തോന്നുന്നു. ഉണ്ടല്ലേ, ഇങ്ങനെ മേളിലേക്ക് കയറി വേണം കേട്ടോ പോകാൻ. ഇവിടെയൊക്കെ ഓരോരോ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നണേ നമ്മളെത്തണ ഓരോ സ്പോട്ടുള്ള പേരാന്ന് തോന്നുന്നത്. ചിഹുയിര. നല്ല തണുപ്പാട്ടെ. ഇപ്പം ഇത്ര നമ്മൾ കയറി പോകുന്നില്ല, അത് കഴിഞ്ഞപ്പോൾ നല്ല തണുപ്പ്. പക്ഷെ എൻ്റെ മോനെ ആ വ്യൂ നോക്കിയേ, അടിപൊളിയായിട്ട് വ്യൂ ആണ് കേട്ടോ. ഇത് അറ്റത്ത് കാണേട്ടാ ഉക്രൂലി. ആ കാണാണ് ഉക്രൂലി. ഉക്രൂലൊക്കെ അടിപൊളിയായിട്ട് ഇവിടെ നിന്ന് കാണാട്ടാ. ഷോങ്ക്രി അവിടെ ഉണ്ടാ. ഇനി കുറച്ചും കൂടെ അങ്ങോട്ട് പോകണ്ട്. അവിടെയൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ, ഇഷ്ടംമാതിരി ആൾക്കാർ കയറിയിട്ടുണ്ട്. നമ്മൾ പയ്യെ വീഡിയോ ഒക്കെ എടുത്ത് തരണോണ്ടാണേ പയ്യെ കയറിയതല്ല. നമുക്ക് ധൃതിയൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ പയ്യെ ആയിട്ട് ഇങ്ങനെ കയറണ അടിപൊളിയാണ്. അതുപോലെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം ഉണ്ടാ, എല്ലായിടത്തും ഡസ്റ്റ്ബിൻ ഉണ്ട് കേട്ടോ. ഇതേപോലത്തെ നമ്മൾ പോകണമെങ്കിൽ എല്ലായിടത്തും ഉണ്ട്. അങ്ങനെ നമ്മൾ ലില്ലി ഫ്ലവേഴ്സ് കണ്ടു തുടങ്ങി കേട്ടോ. ഈ കാണുന്നതാണ് മക്കളെ ലില്ലി ഫ്ലവർ. നോക്കിയേ, അടിപൊളിയല്ലേ കാണാൻ. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടംമാതിരി ഉണ്ട്. നമ്മളിനി മേലിലേക്ക് പോയി കഴിഞ്ഞാൽ ഫുള്ള് കാണാൻ പറ്റും തോന്നട്ടാ. ഓക്കെ, അങ്ങാടേക്കൊക്കെ കയറണ്ട. അടിപൊളിയാട്ടാ. ഈ കാണാണ് കേട്ടാ ലില്ലി ഫ്ലവേഴ്സ് കേട്ടാ. അടിപൊളിയല്ലേ കാണാൻ വേണ്ടി. ഇതെല്ലാം ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ നീങ്ങിയാട്ടിരിക്കണ ഫോക്കസ് ആണല്ലോ നല്ല രീതിയിൽ. പക്ഷേ അഡ്സെറ്റാണ്ടാ. പിന്നെ ഇവിടെ നല്ല വ്യൂ നോക്കി അടിപൊളിയാണ്. ഇവിടെ ഫുള്ള് ലില്ലി ഫ്ലവേഴ്സ് ആണ് ഈ കാണുക. ചെറിയ രീതിയിലുണ്ടായിട്ടുള്ളൂ. അവിടെയൊക്കെ അടിയിലൊക്കെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ. കുറേ പേരെ കണ്ടിട്ടൊക്കെ ഇപ്പോഴും ഇറങ്ങണേ ഉണ്ടല്ലേ. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടംമാതിരി. പിന്നെ ലില്ലി ഫ്ലവേഴ്സ്, അതായത് ലില്ലി ഫ്ലവേഴ്സ് ഇങ്ങനെ കണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന കേട്ടോ. അധികമൊന്നുമില്ല കേട്ടോ, കുറച്ചൊക്കെ ഉള്ളൂ. ഞാൻ വിചാരിച്ച് ഇവിടെ ഫുള്ളൊക്കെ ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നുണ്ടോ വിചാരിച്ചാൽ. മേളിലൊക്കെ എന്തായാലും പോയി നോക്കാം. അവിടെ പെണ്ണെനിക്ക് തോന്നുന്നു പൂവൊക്കെ എല്ലാം പറിക്കണേന്ന് തോന്നിട്ടാ. ഒരു പാത്രമായിട്ട് പോകാണ്ട് അത് തന്നെ പറിക്കണേന്ന് തോന്നണം. അല്ലല്ല, ഇവർ ഭക്ഷണ സാധനങ്ങളൊക്കെ ആയിട്ട് മേലിലേക്ക് പോകണേണ്. പറിക്കണേല്ല കേട്ടാ, ഞാൻ തെറ്റിദ്ധരിച്ച്. അങ്ങനെ നമ്മൾ ലൊക്കേഷനിൽ എത്തിയേട്ടാ. ഇവിടെ ഒരു കുരിശൊക്കെ ഉണ്ട് അല്ലേ. പിന്നെ ഇതിൻ്റെ മേലിൽ നിന്നിട്ട് നമുക്ക് വ്യൂ നോക്കാൻ തോന്നട്ടാ. കുരിശിലെന്തോ കുത്തി വെച്ചിട്ടുണ്ട് 2018 എന്നൊക്കെ പറഞ്ഞ്. സ്പൈസി 2018 ഒരാൾക്കാരുടെയൊക്കെ പേര് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കൊന്നേ സ്റ്റീൽ വെച്ചുണ്ടാക്കിയാണ്. ഇതിൻ്റെ മേലിൽ കയറാൻ പറ്റൂലെന്ന് തോന്നട്ടാ. കയറാൻ പറ്റും, പക്ഷെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കേണ്ടി വരും. അടിപൊളി വ്യൂ ആണ്ടാ. ഓ, നല്ല തണുത്ത കാറ്റിരിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ട്. ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിക്കണ്ട കേട്ടോ. നല്ല കാറ്റുണ്ട്. നമുക്കേ അങ്ങോട്ടൊക്കെ ഒന്ന് പോവാട്ടാ. അവിടെ ഒരു വ്യൂ ഉണ്ട്. പക്ഷെ എൻ്റെ മോനെ കോട വന്ന് നോക്കി അവിടെയൊക്കെ. ഓരോ സ്ഥലങ്ങളിലും ഓരോ ആൾക്കാർ ഇങ്ങനെ പിക്നിക്ക് പോലെ വന്നേക്കണ കേട്ടോ. ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്. ഇവർ നമ്മൾ നേരത്തെ കണ്ട ആൾക്കാരാണ്. ഇവരൊരു ടീം ഇവിടെ ഇപ്പോൾ ഉണ്ട്. അവിടെ ഒരു ടീം ഇപ്പോൾ ഉണ്ട് കേട്ടോ, കണ്ടില്ലേ. പിന്നെ ഇത് ഇവിടെ ഒരു ടീമുണ്ട്, ഇവിടെ ഒരു ടീമുണ്ട്. പിന്നെ നമ്മുടെ ഈ പുറകിലൊരു ടീമുണ്ട് കേട്ടോ. നമുക്ക് ഇനി അവിടെ ഒരു വ്യൂ ഉണ്ടെന്ന് തോന്നട്ടാ, കണ്ടില്ലേ. അതിൻ്റെ മേലിൽ ഒരാൾ നിൽപ്പുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ നോക്കാം കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങി വേണം പോകാൻ തോന്നുന്നത്. നമുക്ക് എന്തായാലേ പയ്യ അങ്ങാടേക്ക് പോവാം. കണ്ടില്ലേ, ഓരോ ആൾക്കാരായിട്ട് ഇങ്ങനെ വന്നിട്ടിരിക്കുന്നേ ഉള്ളൂ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അല്ലേ, ഇവരൊക്കെ ഫ്രണ്ട്സാണെന്ന് തോന്നുന്നു. നല്ല പിക്നിക്കിനൊക്കെ പറ്റിയ ഭയങ്കര അടിപൊളി സ്പോട്ടാണ്ടാ. പിന്നെ അതുപോലെ ഇത് കയറാനുള്ളൊരു മൈൻഡ് വേണം. കയറാനുള്ളൊരു മൈൻഡ് ഉണ്ടായി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അടിപൊളി സ്പോട്ടും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ടെൻറ്റ് അടിക്കാനും പറ്റിയ അടിപൊളി സ്പോട്ടാണ് ഇത്, ഈ കാണുന്ന സ്പോട്ട്. എന്നേക്ക് ഇവിടെ കുറച്ച് ആൾക്കാർ നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ തന്നിട്ടാ. ഹായ്, അപ്പോൾ അതേ ചായ ഉണ്ട്, പിന്നെ അതേ കേക്ക്, പിന്നെ ബ്രെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. താങ്ക് യു ബ്രോ, താങ്ക് യു. യു ആർ ഫ്രം മണിപ്പൂർ ഓർ ഉക്രൂൽ? ഓക്കെ ഓക്കെ ഓക്കെ. ഓ, സയൻസ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ്. ഡിഗ്രി? ഓ, ഗുഡ്.
അവൻ്റെ അടുത്ത് ഭക്ഷണം കഴിച്ചിറങ്ങിയിട്ടാ ഭയങ്കര സന്തോഷമായി പോയി. ഞാൻ നമ്മള് ട്രക്കിങ് കഴിഞ്ഞിട്ടെ അത്യാവശ്യം വിശപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ട്രക്കിങ് ഇങ്ങനെ കയറി വന്നപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാ ആൾക്കാരും ഫുഡ് കഴിക്കാണ്ട് ഞാനിപ്പോൾ കഴിച്ചിട്ട് ഇറങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ എന്നോട് ചോദിച്ച് ഫോട്ടോ എടുത്ത് തരാമെന്ന് വെച്ചു. അപ്പം ഞാൻ അവരുടെ എന്നോട് ചോദിച്ചാൽ ഫോട്ടോ എടുത്ത് തരാമെന്ന് വെച്ചാൽ. അപ്പോൾ ഞാൻ പറഞ്ഞ് അടുത്ത് തരാമല്ല, പിന്നെ എന്താണെന്ന് പറഞ്ഞ് ഞാൻ അപ്പോൾ എൻ്റെ ഫോണിൽ കുറേ ഫോട്ടോ എടുത്ത് കൊടുത്തു. കാരണം അവരുടെ ഫോണിൽ ക്ലാരിറ്റി ഇല്ലെന്ന് പറഞ്ഞു. നമ്മുടെ ഫോൺ അടിപൊളിയാണ്, നമ്മുടെ ഫോണ് കുഴപ്പമില്ലാതെ ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ് എടുത്ത് തരാമെന്ന് വെച്ച് അങ്ങനെ കുറച്ച് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്ത്. അപ്പോൾ അത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങാറായപ്പോൾ ഇതിനെ എന്നെ വിളിച്ച് പറഞ്ഞ് അപ്പോൾ അവർ ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറയും. ഞാൻ പറഞ്ഞ് വേണ്ട, ചായ വേണ്ട, കുഴപ്പമില്ല, നിങ്ങൾ എൻജോയ് ചെയ്യാൻ പറഞ്ഞു. എന്നെ നിർബന്ധിച്ച് അപ്പോൾ ആ ചായ കുടിക്കാം. അങ്ങനെ എനിക്ക് മറ്റേ ബ്രെഡ് ജാമ്പ കൊണ്ടുവന്നു, പിന്നെ മറ്റേ ഇത് വന്നിട്ടുണ്ടെന്ന് കപ്പ് കേക്ക്, അങ്ങനെ എല്ലാം കൊണ്ടുവന്നു കേട്ടോ. ഹായ്, ഹലോ, ഹൗ ഇസ് യുവർ എക്സ്പീരിയൻസ്? ഇംഗ്ലീഷ് അറിയില്ലെന്ന് തോന്നുന്നത്. ഹായ്, ഇംഗ്ലീഷ് അറിയില്ലെന്ന് തോന്നുന്നത്. അപ്പോൾ എന്തായാലും അവർ നമുക്ക് തന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഭയങ്കര സന്തോഷമായി കേട്ടോ. കാരണം ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റിയാട്ടാ. ഇതാണ് മെയിൻ പീക്കട്ടാ. നമ്മൾ നേരത്തെ കണ്ടവന്മാരൊക്കെ അങ്ങോട്ട് കയറിയിട്ടുണ്ട്, നമുക്കും പയ്യെ കയറാട്ടാ. പോണ റൂട്ടാണ്ട് ഈ കാണുന്ന ഇതൊക്കെ ഇങ്ങനെ മറികടന്ന് വേണം പോകാൻ. അപ്പം നമ്മുടെ പുറകിൽ ഒരാളിങ്ങനെ ഉണ്ട്. ഹായ് ബ്രോ, ഹൗ ഇസ് യുവർ എക്സ്പീരിയൻസ്? I'm feeling very excited. This right is now. your second time? Yeah, my second time. Oh, good. നമ്മളെ വെരി സ്ലിപ്പറി. നമ്മളങ്ങനെ ഇപ്പോൾ ഏറ്റവും ടോപ്പിലെത്തിയേട്ടാ. നേരത്തെ കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ട്. അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടിരിക്കണേ. ഹായ്, ഇവിടെ എല്ലാവരും ഫോട്ടോ എടുത്തിട്ട് ഹായ്. അടിപൊളി വ്യൂ ആണ് ഇവിടെ നോക്കുമ്പോൾ. നല്ല കിട്ടില്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിങ്ങനെ ആസ്വദിച്ചിരിക്കുന്നുണ്ട്. ചെറിയ വെയിലുണ്ട് കേട്ടോ, പിന്നെ നല്ല തണുപ്പുണ്ട് കാറ്റടിക്കുമ്പോൾ. പിന്നെ അടിയിൽ കൂടെ എന്തോ ഒരു റോഡ് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. എങ്ങാട്ടേക്കാണെന്ന് അറിയില്ല കേട്ടോ. നമ്മൾ പോണ റൂട്ടാണ്ടാ. ഓ, ചെറിയ റൂട്ടാണ്. വീണ് അതിനകത്ത് തീർന്ന് എൻ്റെ സ്ലിപ്പർ ഇടക്കിടക്ക് തെന്നി പോകണ്ട കേട്ടോ പണ്ടാറാൻ വേണ്ടി. എന്താ അവസ്ഥയെന്ന് ആലോചിക്കേ. അടിപൊളി വ്യൂ ആണ് എൻ്റെ മോനെ, രക്ഷയില്ലാട്ടാ. ചാർജ് ചെയ്താറായി. പവർ ബാങ്ക് എടുത്തില്ല. പവർ ബാങ്ക് ഞാൻ അവിടെ ഏൽപ്പിച്ചിട്ടാ പോകുന്ന. പക്ഷേ മര്യാദ പവർ ബാങ്ക് എടുത്താൽ മതിയായിരുന്നു. ഇങ്ങനെ എല്ലാം കൂടെ ഇങ്ങനെ ചുമന്ന് കയറുമ്പേ അതാണ് പ്രശ്നം. ക്യാമ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നമ്മളിതൊക്കെ എടുത്തേണ്ടി വരാറുണ്ട്. പക്ഷേ ക്യാമ്പിങ് അവർ സമ്മതിച്ചില്ല കേട്ടോ. നമ്മളിതിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിന് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാണുന്ന കേട്ടോ ലാസ്റ്റ് പോയിൻ്റ്. ഇവിടം വരെ ഉള്ളൂ. നമ്മളങ്ങനെ ഫൈനലി ലാസ്റ്റ് പോയിൻ്റ് എത്തിയേട്ടാ. പൂക്കളെല്ലാം കുറവാണ്, ലില്ലി പൂക്കളൊക്കെ. പക്ഷേ ഈ സമയത്ത് മാത്രമേ ഈ പൂക്കൾ ഉണ്ടാവുള്ളൂ കേട്ടോ. എല്ലാ ആൾക്കാരും വന്ന ആൾക്കാരൊക്കെ ഓരോരുത്തരായിട്ട് പോയിക്കൊണ്ടിരിക്കണേ. കൊള്ളാം, എന്തായാലും സെറ്റ് വ്യൂ ആണ് കേട്ടോ. റിട്ടേൺ ഇറങ്ങുമ്പോൾ ഏട്ടാ മുട്ടം പണി നല്ല വഴുക്കലാണ്. രക്ഷയിലാട്ടാ വിട്ടിരിക്കണേ കേട്ടാ. നമ്മളെ പയ്യെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കേട്ടാ. ചാർജ് ചെയ്യുന്നു ഫോണില. മര്യാദക്ക് പവർ ബാങ്ക് എടുത്താൽ മതിയായിരുന്നു. ഇവിടെ ഇവർ ടെൻ്റ് അടിക്കാൻ സമ്മതിക്കാനുള്ള, അല്ലെങ്കിൽ നമുക്ക് ടെൻ്റ് അടിക്കാറുണ്ട്. അടിപൊളി സ്പോട്ട് എന്ന് പറയണ്ടല്ലോ. രക്ഷയില്ല മക്കളെ. ലില്ലി ഫ്ലവേഴ്സ് കുറവാണ്, അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഒരു 5-6 തവണ ഞാനിപ്പോൾ പാടവനടിച്ചേട്ടാ. ഇതാണ് ഒരിക്കലും നിങ്ങളെ സ്ലിപ്പർ ഇട്ട് ട്രക്ക് ചെയ്യരുത്. ഭയങ്കര ഡേഞ്ചറാണ്. കാരണം നമ്മൾ വന്ന റൂട്ടൊക്കെ ഭയങ്കര സീനായിരുന്നു. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല കേട്ടോ. ഷൂ എടുക്കണം എന്നൊരാഗ്രഹമുണ്ട്. ശാദ നോക്കാം എന്ന് വിചാരിച്ചിരിക്കുക. എന്തായാലും എടുക്കാണ്ട് പറ്റില്ല. ചെരുപ്പ് ഫുള്ള് കീറിപ്പറഞ്ഞിരിക്കണേ കേട്ടോ. നോക്കാം എന്തായാലും. പുറക്കെ അടിപൊളിയായിട്ട് ട്രെക്ക് ചെയ്ത് പോകണ്ടേ. കാരണം അവരെല്ലാവരും ഷൂ ഇട്ടുണ്ടാവാൻ നേക്കണം. ഞാനാണ് ഇവിടെ സ്ലിപ്പർ ഇട്ടുണ്ടാവാൻ നേക്കണം. ഇവിടെ ഫ്ലേവേഴ്സൊക്കെ ഇങ്ങനെ ഉണ്ടായി കിടപ്പുണ്ട് കേട്ടോ. അടിപൊളിയാണ്. പക്ഷേ കുറവാണ്. എല്ലാ അടിയിലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒന്നാമത്തെ കേസ് ചാർജ് ചെയ്തിട്ടോ കാണാൻ പറ്റില്ല. 5% ഉള്ളൂ. ഭാഗ്യത്തിന് നമുക്ക് ചാർജ് കുത്താൻ വേണ്ടി ഒരു പവർ ബാങ്ക് കിട്ടിയേട്ടാ. അപ്പോൾ ഇവിടെ ഇവർ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അതേ അതിലെ ഇപ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അത് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
മിച്ചർ കുറേ സാധനങ്ങളുണ്ട്. ഹായ്. കാരണം ഇവരുടെ ഒരു ഗ്രൂപ്പ് തന്നെയാണ്. ഇവരൊരു ഡിപ്പാർട്ട്മെന്റ്, പിന്നെ അത് അവിടെ ഇരിക്കണവർ വേറെ ഡിപ്പാർട്ട്മെന്റ്, പിന്നെ അത് അവിടെ വേറെ ഡിപ്പാർട്ട്മെന്റ്, പിന്നെ വേറെ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ ആയിട്ടുണ്ട്. കാരണം ഇവർ ഓരോ ഒരു കോളേജിലുള്ളതാ. ചെറിയൊരു പിക്നിക്കിന് വന്നേട്ടാ. അപ്പേ ഇത് കഴിച്ചിട്ടിരിക്കുന്നുണ്ടാ. നല്ല എരിവുണ്ട്. ഇവിടെ കൊക്കോളൊക്കെ ഉണ്ട് കേട്ടാ. ഒരു ഹൗസ് എക്സ്പീരിയൻസ്. അവിടെ ഒരാൾ ലൈവ് എടുത്തിട്ടിങ്ങനെ തോന്നുന്നു ഉണ്ടല്ലേ. നല്ല എരിവുണ്ട് കേട്ടോ സംഭവം. മാഗി ഉണ്ട്, പിന്നെ കടലുണ്ട്, പിന്നെ ക്യാബേജ്, ലൈസ്, പിന്നെ കുർക്കുറേനാ. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടല്ലേ കേട്ടാ. എരിഞ്ഞ് പൊടിഞ്ഞ് കൊണ്ടാലും ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5-6 തവണ ഇപ്പോൾ കൊക്കോള കുടിച്ചിട്ടിരിക്കണം. പിന്നെ സ്പ്രൈറ്റ് ഉണ്ടായിരുന്നു. വല്ലാത്ത എക്സ്പീരിയൻസ് ആട്ടോ. എല്ലാവരും ഉണ്ടായിരുന്നു. അടിപൊളിയാട്ടോ. കുറേ പേരൊക്കെ അവിടെ കഴിച്ച് എരിഞ്ഞ് പോകാനിരിക്കണേ കേട്ടോ. അവരോട് യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അവരാണ്ടോ എന്നെ അത് കാണുന്നത്. ഇവിടെ അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ കുറേ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് ഇപ്പോൾ അതേ നമ്മുടെ ടോപ്പിൽ കയറിയേക്കണേ കേട്ടോ. നേരത്തെ കണ്ടില്ലേ, ഇവിടെ നിന്നുള്ള വ്യൂ നിങ്ങളെ കാണിക്കാമല്ലാന്ന് വെച്ചിട്ടാണ് കേട്ടോ. നോക്കി അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ രീതിയിൽ തന്നെ ഉള്ളത്. കാണാൻ അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു ഫ്ലേവർ ഈ മാസം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ ഒരു മാസം ഫുള്ള് ഉണ്ടാവും എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇവർ അതിന് 4 ദിവസത്തേക്ക് ചെറിയൊരു പരിപാടി ഉണ്ടാ. ഷിറോ ലിലി ഫെസ്റ്റിവൽ എന്നാണ് അതിന് പറയണത്. അത് 4 ദിവസത്തേക്ക് മാത്രം, 20-ാം തീയതി തൊട്ട് 24-ാം തീയതി കേട്ടോ. ഇവിടെ എന്താ ഗവർണറൊക്കെ വന്നെന്നാണ് പറഞ്ഞത്. അപ്പോൾ അറിയില്ല, നമുക്ക് ഒന്ന് നിൽക്കാൻ പറ്റാമെന്ന് നോക്കണം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് വെച്ച് നോക്കട്ടെ. മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ നോക്കാം. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ അവിടെ എത്തി കേട്ടോ. ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തി. നമ്മുടെ സൈക്കിൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഹായ് ഹായ്. സൈക്കിൾ വരുന്നുണ്ട് കേട്ടോ. എല്ലാം സെറ്റാണ്. വെള്ളം തീർന്നു കേട്ടോ. വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, വെള്ളം തീർന്നു പോയി. ഇവിടെ അടിയിൽ ഇതേ ഇവിടെ പരിപാടി കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, ഇന്നലെ പണിതതിനേക്കാളും കൂടുതൽ ആൾക്കാർ പണിതന്നെ കേട്ടോ. ഇവിടെ കണ്ടില്ല, സ്റ്റേജൊക്കെ ഇങ്ങനെ പണിതണ്ടിരിക്കണേ. കാലൊക്കെ വിറക്കണേണ്. കാലിലെ കോലം നോക്കിയേ, അഴുക്ക് പിടിച്ച് ആകെ ഇടങ്ങേറായിപ്പോട്ടാ. നല്ല വെയിലുണ്ട്. ഇപ്പം ഞാൻ റെയിൻകോട്ട് എടുത്തതാണ്, വെറുതെ എടുത്തതാണ്, മഴ പെയ്യല്ലാന്ന് വെച്ച്. ഇനിയിപ്പോൾ ഒന്ന് സെറ്റ് ചെയ്തിട്ട് പയ്യെ ഇറങ്ങാലാന്ന് വെച്ച് നോക്കാം. എന്തായാലും കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഇവിടെ ഒരു 7 പേരുടെ ഒരു പ്രതിമ വെച്ചേക്കണല്ലേ. ഇത് ശരിക്കും ഉണ്ടല്ലോ, ഇവിടുത്തെ പണ്ടുണ്ടാകുന്ന ആൾക്കാരാണ് ഈ ഒരു വില്ലേജ് കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്തെടുത്ത് കേട്ടോ. വില്ലേജും പിന്നെ അതുപോലെയുള്ള ഇവിടെയുള്ള എല്ലാ സ്ഥാനങ്ങളും, മൗണ്ടൻസിലേക്കുള്ള റൂട്ട്, അങ്ങനെ എല്ലാ ഇതും ബിൽഡ് ചെയ്തത് ഇവരാണ് കേട്ടോ. അപ്പോൾ ഇവർ 7 പേർക്കും ഒരു എന്തൊരു സർനെയിം എന്തോ വെച്ചാൽ 1 പേരുടെ അതാണ് പ്രതിമ വെച്ചേക്കണം. കാരണം ഇവർ 7 പേരും കൂടിയാണ് ഈ ഒരു സ്ഥലം ബിൽഡ് ചെയ്തെടുത്ത് കേട്ടോ, ഈ ഒരു വില്ലേജ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അവരുടെ ഓർമ്മക്കായിട്ട് വെച്ചേക്കണേന്നാണ് ഇവിടെ നമ്മളോട് ഒരു പുള്ളി പറഞ്ഞത്. പിന്നെ അതുപോലെ നമ്മൾ ഇന്ന് പോകണില്ലാട്ടെ, ഇന്ന് ഇവിടെ തന്നെ ടെൻ്റ് അടിക്കാമല്ലാന്ന് വെച്ച്. പിന്നെ നമ്മൾ പോയ ഷിറോ ലിലി ഇല്ലേ, അതായത് ലില്ലി ഫ്ലവേഴ്സ് ഇല്ലേ, അത് നമ്മുടെ ലോകത്ത് ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് ഇവർ പറഞ്ഞത്. അത് ഇവിടെ മാത്രമേ ഷിറോ ലിലി ഫ്ലവേഴ്സ് ഉണ്ടാവുള്ളൂ. അത് ഈ ഒരു മാസം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി എല്ലായിടത്തു നിന്നും, ഇന്ത്യയിൽ നിന്ന് എല്ലായിടത്തു നിന്നും വരുമെന്ന് പറഞ്ഞു. പിന്നെ ലോകത്ത് നിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വരുമെന്നാണ് ഇവർ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ വെച്ചേക്കുന്നത്. കാരണം ഈ ഒരു പൂവിന് വേണ്ടിയുള്ള ഒരു ഫെസ്റ്റിവലാട്ടോ. ഈ പൂവ് ഈ മാസം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം 4 ദിവസത്തേക്കാണ് ഒരു ഫെസ്റ്റിവൽ കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ സൈക്കിള് അവിടെ മേലിലുണ്ട് കേട്ടോ. സൈക്കിൾ കാര്യങ്ങൾ മേലിലുണ്ട്, കണ്ടില്ലേ, നമ്മുടെ സൈക്കിൾ കാര്യങ്ങൾ മേലിലുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയാട്ടോ. ഇവിടെയൊക്കെ പോലീസ് വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്.